ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ്. രാവിലെ എണീച്ച് ചായ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ബാക്കി പരിപാടിയൊക്കെ ചായ ഇട്ടതിന് ശേഷം ബ്രഷൊക്കെ ചെയ്ത് തോട്ടിൽ പോയിട്ടാണ് വലിയേക്കുക. കാരണം അവിടെ പോയി ഫ്രഷായിട്ട് വരുമ്പോഴത്തേക്കിനും പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ, തണുത്ത വെള്ളവും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയാകലാണ്. രണ്ടുപേരും കൂടെ തോട്ടിൽ പോയിട്ടാണ് കുളിക്കുന്നത്. അതിന് ശേഷം നമ്മൾ റെഡിയായി വന്നു. ഇതാണ് നമ്മുടെ കുഞ്ഞൊരു ഗ്രാമം കേട്ടോ, നാരായണത്തോടെന്ന് പറയും. അവിടുന്ന് നമ്മൾ വനത്തിലൂടെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. നമുക്കിവിടെ അടുത്ത് നിലയ്ക്കലാണ് അമ്പലം ഉള്ളത്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രമേ. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അടിപൊളി വൈബാണ്. നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അമ്പലത്തിലെത്തി കേട്ടോ. രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയി തൊഴുതു. ഇതാണ് മഹാദേവ ക്ഷേത്രമേ. ഇവിടെ തൊഴുതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ദേവിയുടെ അമ്പലം, പള്ളിയറക്കാവ് അമ്പലം. നമ്മൾ മഹാദേവനെ തൊഴുതിട്ട് ദേവിയെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു പന്നീനെയൊക്കെ കണ്ടു കേട്ടോ. അതിവിടെ സ്ഥിരം കാഴ്ചയാണ് നമുക്ക്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ചപ്പാത്തിയും സാമ്പാറും ഒക്കെ ആയിരുന്നു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടനാണെങ്കിൽ ഇന്ന് ക്രിക്കറ്റിൻ്റെ ടൂർണമെൻ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോയേ. നമ്മൾ ചരട് ജപിച്ചുകൊണ്ട് വന്നായിരുന്നു. കുഞ്ഞിൻ്റെ ചരടൊക്കെ നാശമായി പോയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുഞ്ഞിന് കഴുത്തേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അവൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്കൊരു ചെടി കിട്ടിയായിരുന്നു, അത് നടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. രാവിലെ കുറേ നേരം ഇങ്ങനെ ചെടിയുടെയൊക്കെ പുറകെ നടക്കും. എന്തെങ്കിലും പുതിയ പൂക്കൾ വന്നോ എന്നൊക്കെ ഭയങ്കര സന്തോഷം. ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് ഒരു ഓർക്കിഡ് ഉണ്ടായിരുന്നു, അതൊക്കെ നട്ടുവെച്ചു. പിന്നെ നമ്മുടെ ആകാശമുല്ല ഇത്രയുമായി കേട്ടോ. അതിൻ്റെ മൂട്ടിലായിട്ട് നമ്മളൊരു ശംഖുപുഷ്പത്തിൻ്റെ തൈയും കൂടെ നട്ടു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തുമ്പയും ജമന്തിയും ഒക്കെ പൂവിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഓണം ആകാറായതിൻ്റെ ഒരു ഫീൽ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ തുണി അലക്കി വെച്ചിട്ടാണ് പോയത്, അതൊക്കെ വന്ന് വിരിച്ചിട്ടു. പിന്നെ മുട്ടക്കടലപ്പം ഉണ്ടാക്കിയായിരുന്നേ, അതൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടും ഇങ്ങനെ ഇരുന്നു.